ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ. ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച എന്നെ കൺസൾട്ട് ചെയ്യാൻ വന്ന ഒരു അച്ഛനും മകനും അച്ഛൻ്റെ കംപ്ലൈൻറ്റ് കയറി വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എന്തെന്ന് വെച്ചാൽ 12 വയസ്സുള്ള മോനാണ്. വെയിറ്റ് എത്രയാണെന്നോ നിങ്ങൾ ഞെട്ടരുത്, 87 കിലോയാണ്. കുട്ടിയെ വിശദമായി പരിശോധിച്ച് നോക്കി. പുറമേ കാണുമ്പോൾ വേറെ ഒരു അസുഖത്തിൻ്റെ ലക്ഷണവുമില്ല. അതായത് തൈറോയിഡിൻ്റെ നമ്മൾ നോക്കുമ്പോൾ ക്ലിനിക്കലി തൈറോയിഡ് അസുഖമൊന്നുമില്ല. BP നോക്കിയപ്പോൾ നോർമലാണ്. വേറെ ഈ പൊണ്ണത്തടിയുടെ വേറെ അസുഖങ്ങളൊന്നും പുറമേ കാണാനില്ല. ഹിസ്റ്ററി, അതായത് കുഞ്ഞിൻ്റെ വിവരങ്ങൾ ഡീറ്റെയിൽഡായിട്ട് എടുത്തപ്പോൾ കുട്ടി ഫുൾ ടൈം മൊബൈൽ ഫോണിൽ തന്നെയാണ്. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ഇല്ല. സ്കൂളിൽ നിന്ന് വരിക, ഫോൺ എടുക്കുക, നോക്കുക, ആര് പറഞ്ഞാലും അതിന് ഒരു ശമനവുമില്ല. ഏറ്റവും കഷ്ടസ്ഥിതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റ് ഹിസ്റ്ററി, അതായത് എന്തെല്ലാം ഫുഡാണ് ഒരു 24 hours കഴിക്കുന്ന 24 hour റീകോൾ മെത്തേഡ് എന്നാണ് നമ്മൾ പറയുന്നതിന്. നമ്മൾ ചോദിച്ചപ്പോൾ കുട്ടി കഴിക്കുന്നത് ഹൈ കാലറി ഡയറ്റ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ empty calories എന്ന് തന്നെ പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പൊണ്ണത്തടിയുടെ കാര്യം ജങ്ക് ഫുഡ് തന്നെയാണ്. ഡോക്ടർ പീയൂഷ് ഗുപ്ത അതിന് ഒരു ഷോർട്ട് ഫോം ഉണ്ടാക്കിയതാണ്, ജങ്ക്സ്, JUNCS. അപ്പോൾ ഇപ്പോൾ വന്ന മോൻ്റെ പൊണ്ണത്തടിക്ക് പ്രധാന കാര്യം ഒന്ന് ഈ ജങ്ക്സ്, രണ്ടാമത്തേത് ഫിസിക്കൽ ആക്ടിവിറ്റി ഒട്ടുമില്ല, പിന്നെ സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എത്രയോ കുട്ടികളാണ് ഉള്ളത്. നമ്മൾ തന്നെ ഒരുപാട് പേരെ കാണാറുണ്ട്. എന്നാലും ഇത്രയും ഓവർ വെയ്റ്റ് ആയിട്ടുള്ളൊരു കുട്ടിയെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ എന്താണ് ജങ്ക്സ്? അതിനെപ്പറ്റിയാണ് ഞാൻ വളരെ ചുരുക്കത്തിൽ പറയുന്നത്. ജങ്ക്സ് എന്ന് പറയുന്ന ജങ്ക് ഫുഡ് തന്നെയാണ്. U എന്ന് പറയുന്നത് അൾട്രാ പ്രോസസ്ഡ് ഫുഡാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ എന്ന് പറയുമല്ലോ, പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും, പാക്ഡായിട്ട് കിട്ടുന്ന ഫുഡ് പാക്കറ്റിൽ കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ. പിന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നൂഡിൽസ്, പറയേണ്ട കാര്യമില്ലല്ലോ, ഐസ്ക്രീംസ്, ഫ്ലേവർ ചെയ്ത തൈരുകൾ, മിൽക്ക് സപ്ലിമെൻറ്റ്സ്. നമുക്ക് പലതരത്തിലെ സപ്ലിമെൻറ്റ്സ് കിട്ടുമല്ലോ, ഫ്ലേവേർഡ് മിൽക്ക്, ചോക്ലേറ്റ് മിൽക്ക്, അങ്ങനെയെല്ലാം ഈ പാക്കറ്റിൽ കിട്ടുന്ന മിൽക്ക്, പാക്ക് ചെയ്ത സ്നാക്സ്, ചിപ്സ്, റെസ്റ്റോറൻറ്റ് ഫുഡ്, ഇതെല്ലാം അൾട്രാ പ്രോസസ്ഡ് ഫുഡ് തന്നെയാണ്. ഇതിലധികം കൂടുതൽ ഫാറ്റുകളും ഫ്ലേവേഴ്സും കളേഴ്സും എല്ലാം ആഡ് ചെയ്തതാണ്. എന്ന് പറയുന്നത് ന്യൂട്രീഷണലി ഇൻഅപ്രോപ്രിയേറ്റ് ഫുഡ് എന്ന് വെച്ചാൽ അതിൽ കാര്യമായ ന്യൂട്രീഷൻസ് ഒന്നും കിട്ടാത്ത ഫുഡുകൾ. ഈ പറഞ്ഞ ഫുഡുകൾ തന്നെയാണ് പിസ്സ, ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, നൂഡിൽസ്, പാസ്താസ്, ബിവറേജസ്, അതായത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, കോള പോലത്തെയുള്ള പാനീയങ്ങൾ, പാക്കറ്റിൽ കിട്ടുന്ന ഫ്രൂട്ട് ജ്യൂസസ്, എനർജി ഡ്രിങ്ക്സ് എന്ന് പറയുമല്ലോ, പിന്നെ ഷുഗർ കൂടുതലുള്ള നല്ല മധുരമുള്ള ഡ്രിങ്ക്സ്, ഇതെല്ലാം ന്യൂട്രീഷണലി ഇൻഅപ്രോപ്രിയേറ്റ് ഫുഡ് തന്നെയാണ്. ഇനി C എന്ന് പറയുന്നത് കഫീനുള്ള കളേർഡ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഫുഡ്, ഇതെല്ലാം ജങ്ക്സിൽ പ്രധാനപ്പെട്ടവയാണ്. അവസാനത്തെ S എന്ന് പറഞ്ഞാൽ ഷുഗർ സ്വീറ്റൻഡ് ബിവറേജസ്. അത് ശരിക്കും പറഞ്ഞാൽ empty calories എന്ന് പറയാം. നല്ല മധുരമുള്ള ഡ്രിങ്ക്സാണ്, പക്ഷേ അത് കാലറി മാത്രമേ ഉള്ളൂ, ഒരു പ്രോട്ടീനോ വൈറ്റമിൻസോ മിനറൽസോ ഒന്നുമില്ല. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഫുഡ് കൊടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ മെയിൻ ഫുഡ് ഐറ്റം ഈ ജങ്ക്സ് ആയിരിക്കരുത്. നമ്മൾ ചെറിയ കുട്ടികൾ പ്രായത്തിൽ തന്നെ ഇതെല്ലാം നിയന്ത്രിച്ചാൽ മാത്രമേ ഭാവിയിൽ ഈ പൊണ്ണത്തടി, അതായത് ഒബീസിറ്റി നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. ഈ 87 കിലോ ഉള്ള മോനെ എങ്ങനെ ഇത് നിയന്ത്രിക്കാൻ പറ്റും, ഈ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമെന്നുള്ള വളരെയധികം ആശങ്കയിലാണ് ഞാൻ. പിന്നെ പതുക്കെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ അഡ്വൈസ് ചെയ്യുകയും ഫിസിക്കൽ ആക്ടിവിറ്റി 1 മണിക്കൂർ ഫിസിക്കൽ ആക്ടിവിറ്റി വേണമെന്നാണ് 12 വയസ്സുള്ള കുട്ടിക്ക്. അത് പെട്ടെന്ന് 1 മണിക്കൂർ ചെയ്യാൻ പറ്റുകയില്ലല്ലോ. പതുക്കെ കൂട്ടാനും ഈ ജങ്ക്സ് എല്ലാം തൽക്കാലം ഒഴിവാക്കി ഹോം മെയ്ഡ് ഫുഡ്സ്, വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ ഉണ്ടാക്കുകയും ആഴ്ചയിൽ ഒരിക്കലോ 10 ദിവസമോ 14 ദിവസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ജങ്ക്സ് വേണമെങ്കിൽ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞാണ് ഞാൻ വിട്ടത്. അപ്പോൾ ജങ്ക്സിനെ പറ്റി നിങ്ങൾ പേരൻസ് എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ദോഷം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. പൊണ്ണത്തടി വന്നു കഴിഞ്ഞിട്ട് അതിനുള്ള കോംപ്ലിക്കേഷൻസ്, അതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. കോംപ്ലിക്കേഷൻസ്, അതായത് ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് തന്നെ നമ്മൾ
ഈ വലിയവരുടെ പോലെയുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, BP കൂടുതൽ, പിന്നെ ഏറ്റവും പ്രധാനം നിങ്ങൾക്കറിയാമല്ലോ ഫാറ്റി ലിവർ, ഭാവിയിൽ സിറോസിസിന് വരെ കാരണമാക്കാവുന്ന ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ കൂടുന്നത്, ഇതെല്ലാം മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഉള്ള കോംപ്ലിക്കേഷൻസാണ്. അതിന് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്, ജങ്ക്സ് ഒഴിവാക്കി കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പൊണ്ണത്തടി ഒഴിവാക്കാൻ നോക്കുമല്ലോ. ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.